മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ദ ഭക്തി മൂവ്മെൻറ്റ് എമർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ തമിഴ്നാടു. അപ്പോൾ തമിഴ്നാട്ടിൽ ഉദയം ചെയ്ത വളരെ ജനകീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൾവാർസ് ആൻഡ് നായനാർസ് ട്രാവൽഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പം ആൽവാർസും നയനാർസും എന്ത് ചെയ്തു? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചു. എങ്ങനെയാണ് സഞ്ചരിച്ചതെന്നാണ് പറയുന്ന? സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. അവരെങ്ങനെയാണ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്? സിംഗിങ് ഡിവോഷണൽ സോങ്സ് ആയിരുന്നു. അതായത് ഭക്തി ഗാനങ്ങളായിരുന്നു അവർ ആലപിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് ലാംഗ്വേജിലാണ്? വെർണാക്കുലർ ലാംഗ്വേജസിൽ, അതായത് പ്രാദേശിക ഭാഷയിൽ ഭക്തി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നായനാർസും അതുപോലെ തന്നെ ആൽവാർസും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയുണ്ടായി ആ ഒരു കാലഘട്ടത്തിൽ. വിച്ച് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ഡിവോഷൻ എമംഗ് പീപ്പിൾ. അപ്പം ഇങ്ങനെ അവരുടെ ആ ഒരു സഞ്ചാരം, ആൽവാർസിൻ്റെയും നയനാർസിൻ്റെയും സഞ്ചാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ഡിവോഷൻ വളർത്തുന്നതിന്, സ്പ്രെഡിങ് ഡിവോഷൻ, അതായത് എന്താണ്, ഭക്തി വളർത്തുന്നതിന് വളരെയധികം സഹായകരമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. The composition of Bhakta poet had a great impact on the common people when evil practices and inequalities were ഡോമിനൻ്റ്. അപ്പോൾ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്ന ഒരുപാട് ഈവിൾ പ്രാക്ടീസസ്, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ദുരാചാരങ്ങളും അതുപോലെ തന്നെ ഇന്നിക്വാലിറ്റി, അസമത്വങ്ങളും നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തുകയും ജനങ്ങളിലേക്ക് ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എത്തിച്ചേരുന്നതിന് വളരെയധികം സഹായകരമായി എന്നാണ് പറയുന്നത്. The meaningless customary practices that prevailed in the society were questioned. അങ്ങനെ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന മീനിങ്ലെസ് ആയിട്ടുള്ള കസ്റ്റംസിനെ, അതായത് എന്താണ്, അർത്ഥശൂന്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ എന്ത് ചെയ്തു? ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്, സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ദുരാചാരങ്ങളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വെയർ അട്രാക്റ്റഡ് ടു ദ ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്തു? കാസ്റ്റിൻ്റെ, അതായത് ജാതി മത വ്യത്യാസമില്ലാതെ സൊസൈറ്റിയിലുള്ള എല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരാകാനായിട്ട് തുടങ്ങി. ദ റൈറ്റിംഗ്സ് ഓഫ് ആൽവാർസ് ആൻഡ് നയനാർസ് പോപ്പുലറൈസ്ഡ് ഹിന്ദുയിസം. അങ്ങനെ ആൽവാർസിൻ്റെയും നയനാർസിൻ്റെയും റൈറ്റിംഗ്സ്, അതായത് അവരുടെ രചനകളെല്ലാം തന്നെ ഹിന്ദുയിസത്തിനെ കൂടുതൽ പോപ്പുലറാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ. ദ റൈറ്റിംഗ്സ് ഓഫ് ആൽവാർസ് കെയിം ടു ബി നോൺ ആസ് ദ 4000 ദിവ്യ പ്രബന്ധം. പഠിക്കണം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നോക്കിക്കേ, ദ റൈറ്റിംഗ്സ് ഓഫ് ആൽവാർസ്, ആൽവാർസിൻ്റെ റൈറ്റിംഗ്സിനെ 4000 ദിവ്യ പ്രബന്ധം എന്ന പേരിലും, അതുപോലെ തന്നെ വൈൽ ദ റൈറ്റിംഗ്സ് ഓഫ് ദ നയനാർസ് വേർ ടൈറ്റിൽ ആസ് തിരുമുറൈകൾ. അപ്പോൾ എന്താണ്? ആൽവാർസിൻ്റെ റൈറ്റിംഗ്സിനെ 4000 ദിവ്യ പ്രബന്ധം എന്നും അതുപോലെ തന്നെ നയനാർസിൻ്റെ ആണെങ്കിൽ അതിനെ തിരുമുറൈകൾ എന്ന പേരിലും അറിയപ്പെട്ടു. മെനി ടെമ്പിൾസ് വെർ ഓൾസോ ബിൽഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ രൂപം കൊണ്ടിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു? ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം കൂടിയായിരുന്നു ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്.